നിങ്ങൾ ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് പഠിക്കാൻ ഇപ്പം എന്നോട് പേഴ്സണലി കാര്യം ഞാൻ ഒന്നോ രണ്ടോ പേർക്ക് പറഞ്ഞു കൊടുക്കണ പോലെയല്ല. എൻ്റെ വീഡിയോസിൽ ഏറ്റവും വൈറലായ വീഡിയോസ് എന്ന് പറയുന്നത് വെയർ ഹൗസ് ആണ്. എന്നിട്ടും ഞാൻ ഈ വെയർ ഹൗസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാതെ എന്തുകൊണ്ടാണ്? ഹായ് ഫ്രണ്ട്സ്, അബീസ് വിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഇൻഫോർമേറ്റീവ് വീഡിയോസും ജോബ് റിലേറ്റഡ് വീഡിയോസും ചെയ്യണോണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഡിഗ്രിക്കും കഴിഞ്ഞവർ മെസ്സേജ് അയക്കുന്നത് ഏറ്റവും കൂടുതൽ, ബ്രോ ഇനി നമുക്ക് എന്ത് പഠിച്ചാലാണ് ഒരു ഫ്യൂച്ചറിലോട്ട് ഇപ്പോൾ UK ആണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും ഗൾഫ് കൺട്രീസ് ആണെങ്കിലും സ്കോപ്പുള്ള ഒരു കോഴ്സിനെ പറ്റി പറയാമെന്ന്. ഇത് ഒന്നിൻ്റെയും പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങളും ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ എന്നെ സ്ഥിരമായിട്ട് അറിയാവുന്നവർക്കറിയാം. ഞാനിപ്പം ഓൾമോസ്റ്റ് ഒരു 15 രാജ്യങ്ങളിൽ പോയി. 15 രാജ്യങ്ങൾ നമ്മൾ പോയാലും നമ്മൾ ട്രാവൽ വ്ളോഗല്ല ചെയ്യണത്. നമ്മൾ ചെയ്യണത് അവിടെ എങ്ങനെ ജോബ് കിട്ടണു, അവിടെ എങ്ങനെ മെക്കാനിക്കൽ എഞ്ചിനീയറിന് എങ്ങനെ ജോബ് കിട്ടണു, അവിടെ സേഫ്റ്റിയിൽ എന്തോരം പേർക്ക് ജോലി കിട്ടണു, വെയർ ഹൗസിൽ എന്തോരം, അങ്ങനത്തെ വീഡിയോസാണ് ഞാൻ കൂടുതലും ചെയ്യണം. അപ്പം എനിക്കൊരു മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുകയാണ്. കാര്യം ഞങ്ങൾ 3 മക്കളാണ്. എനിക്ക് 2 ജ്യേഷ്ഠന്മാരാണ്. അതിൽ 2 പേരും ഇപ്പോൾ കുവൈറ്റിലുണ്ട്. ഞാൻ 6 വർഷം കുവൈറ്റിൽ വർക്ക് ചെയ്തു. സൗദിയിലുണ്ടായിരുന്നു, ദുബായിലുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ UKയിൽ വന്നു. അപ്പം ഞാൻ ഇവിടേക്കും പോകുമ്പോഴാണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 3 ആഴ്ച മുമ്പാണ് ഞാൻ ദുബായ് പോയത്. അപ്പോൾ ദുബായിൽ എങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം, ദുബായിൽ എങ്ങനെ വെയർ ഹൗസിൽ കിട്ടും, ദുബായിൽ എങ്ങനെ ലോജിസ്റ്റിക്സിൽ കിട്ടും, അങ്ങനെയൊക്കെ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നിങ്ങളോട് പറയണ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് പഠിക്കാൻ ഇപ്പം എന്നോട് പേഴ്സണലി, കാര്യം ഞാൻ ഒന്നോ രണ്ടോ പേർക്ക് പറഞ്ഞു കൊടുക്കണ പോലെയല്ല, ഈ വീഡിയോയിലാകുമ്പം എനിക്ക് കുറച്ച് കൂടുതൽ പേര്, ഇപ്പം നിങ്ങൾ ഹൈലി പ്രൊഫഷണൽ നല്ല എഡ്യൂക്കേഷൻ അല്ല, പഠിക്കാൻ നല്ല ടാലൻറ്റഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് MBBSന് പോകാം, എഞ്ചിനീയറിങ്ങിന് പോകാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, സിവിൽ, ഏവിയേഷൻ, അങ്ങനെ പല കോഴ്സുകൾക്കും നിങ്ങൾക്ക് പോവാം. ഇപ്പം ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ പഠിത്ത കാര്യത്തിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ അന്നും എൻ്റെ അടുത്ത് എൻ്റെ ബ്രദർ പറഞ്ഞൊരു കാര്യം, ഇന്നും എൻ്റെ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, അബീസെ 2014 ഞാൻ ആദ്യമായിട്ട് കുവൈറ്റിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് ബ്രദർ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ നീ കുവൈറ്റിലോട്ടാ വന്നേന്നുണ്ടെങ്കിൽ നീ നെബോഷ് പാസ്സായിട്ട് വന്നാൽ മതി. ഇന്ന് ഈ 2025 UK ഇത്ര പ്രശ്നങ്ങൾ നടക്കുമ്പോഴും എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞൊരു കാര്യം, എടാ നെബോഷ് ഇല്ലേ, ഇവിടെ അത്യാവശ്യം നമുക്ക് സേഫ്റ്റിയിൽ ജോലിയുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, അത്യാവശ്യം ഞാനൊരു രാജ്യത്തിനെ പൊക്കി പറയുമല്ല, ഇപ്പം ഞാൻ കുവൈറ്റിൽ പോകുമ്പോഴും അവിടെയും സേഫ്റ്റിക്ക് നല്ല ഓപ്പർച്യൂണിറ്റി. ഇപ്പം ഞങ്ങളുടെ കുടുംബം മൊത്തം സത്യം പറഞ്ഞാൽ GCCയിലാണ്. അതിൽ കൂടുതൽ ഒരു 10-50 പേരെങ്കിലും കുവൈറ്റിലുണ്ട്. അവരെല്ലാവരും പറയണം ഒരേ സ്വരത്തിൽ, ഡിഗ്രി കഴിഞ്ഞോ, ഇപ്പം ജോലിയൊന്നും ആയില്ല, നാട്ടിലിപ്പം ചുമ്മാ വട്ടം ചുറ്റി നടക്കുവാണെങ്കിൽ എങ്ങനെയെങ്കിലും പോയി നെബോഷ് പാസ്സാകാൻ പറയും. പക്ഷേ ഈ നെബോഷ് ഈ പറയണ പോലെ അത്ര ഈസി അല്ല കേട്ടോ. അത് അത്യാവശ്യം ടഫാണ്. ഞാൻ 2ാമത്തെ തവണയാണ് പാസ്സായത്. നല്ല ടഫാണ് അത് പഠിക്കാൻ. പിന്നെ നെബോഷ് പഠിക്കുമ്പം നിങ്ങൾ അതാത് സ്ഥാപനങ്ങളിൽ, ഇപ്പോൾ പലയിടത്തും നെബോഷ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരാൾക്കുടെ അണ്ടറിൽ നെബോഷ് പഠിക്കും. പിന്നെ നിങ്ങൾക്ക് നല്ല സൈറ്റ് എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം നിങ്ങൾ നെബോഷ് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞു, ഇപ്പോൾ ഈ വീഡിയോ കാണുവാണ്, അപ്പോൾ നിങ്ങൾ ഡിഗ്രി ഹോൾഡറാണ്, എന്നാൽ ശരി ഈ ബ്രോ പറഞ്ഞാലേ നമുക്ക് നെബോഷ് ഒന്ന് പോയേക്കാന്ന്. എനിക്ക് തോന്നുന്നു നെബോഷിന് ഇന്നിപ്പോൾ കേരളത്തിൽ ഫീസ് ഏകദേശം 75,000 രൂപയെന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ച്. എനിക്കറിയില്ല, ഞാൻ 2014 നെബോഷിന് വേണ്ടി നോക്കിയതാണ്. ഇപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും, ഇപ്പം ഗുജറാത്തിലോ അവിടെ എവിടെയെങ്കിലും ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്തിട്ട് ഒരു 6 മാസം അവിടെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ വന്ന് നെബോഷ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഈ നെബോഷ് എന്നുള്ള വാക്ക് നിങ്ങൾ ശരിക്കും ഓർത്ത് വെച്ചോട്ടോ. കാര്യം ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാൻ പറഞ്ഞു 3 ആഴ്ച മുമ്പാണ് ദുബായിൽ പോയത്. അപ്പോൾ ദുബായിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഒത്തിരി പേരുണ്ട്. ചിലർ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ചിലർ ഹോസ്പിറ്റലിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ചിലർ ഓൺ ബിസിനസ് ചെയ്യുന്നുണ്ട്, ചിലർ സേഫ്റ്റിയിലുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പം സേഫ്റ്റി എന്ന് പറയുന്ന ഒരു വൈറ്റ് കോളർ ജോബുമാണ്. അത്യാവശ്യം നല്ല ഫ്രീഡവും നല്ലൊരു ജോബാണ് സേഫ്റ്റി. ഞാനൊരു 3.5 വർഷത്തോളം സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും, ഇപ്പം എൻ്റെ വൈഫിൻ്റെ ആങ്ങളൊക്കെ ആണെങ്കിലും നെബോഷ് ഹോൾഡറായിരുന്നു. അവർക്കാണെങ്കിലും ആമസോണിൽ സേഫ്റ്റി ഓഫീസറായിട്ട് ഒത്തിരി പേർക്ക്. ഈ നെബോഷിൻ്റെ വാല്യൂ നിങ്ങൾ ഏത് രാജ്യത്തിന് പോയാലും അതിനൊരു വാല്യൂ ഉണ്ടെന്നാണ്. ഇപ്പം എനിക്കറിയാം, എൻ്റെ വീഡിയോസിൽ ഏറ്റവും വൈറലായ വീഡിയോസ് എന്ന് പറയുന്നത് വെയർ ഹൗസാണ്. എന്നിട്ടും ഞാൻ ഈ വെയർ ഹൗസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാതെ എന്തുകൊണ്ടാണ് ഈ നെബോഷ് സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയർ ഹൗസ് എനിക്കറിയില്ല, എല്ലാവരും വെയർ ഹൗസ് പഠിക്കുന്നുണ്ട്. ഈ പഠിച്ചവരും ഈവൻ ഞാൻ ഓപ്പണായിട്ടൊരു കാര്യം പറയാം, UK വന്ന് 1 വർഷം വെയർ ഹൗസിൽ പണിയെടുത്താണ്. എൻ്റെ ചാനലിൽ തന്നെ അബീസ് UK വെയർ ഹൗസ് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ആ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് എൻ്റെ അടുത്ത് ആകെ വെയർ ഹൗസിൽ ഞാൻ ജോലിക്ക് പോയപ്പോൾ എന്നോട് ചോദിച്ചത് 16 കിലോ ഉള്ള പെട്ടി പൊക്കാൻ പറ്റുമോ,
അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ? ഒരു വെയർഹൗസിൻ്റെ ഓഫീസ് സൈഡിലോട്ടാണെങ്കിൽ കുറച്ചുകൂടെ ക്വാളിഫിക്കേഷൻ വേണമായിരിക്കും. പക്ഷേ അതിലോട്ടേക്കും ഒരു സാലറി ആണെങ്കിലും ആ ഒരു ജോബ് ഞാൻ ബി ഓപ്പൺ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു 10 വെയർഹൗസിൽ പണിയെടുക്കുന്നവരാണെങ്കിലും 10 പേരും വെയർഹൗസ് പഠിച്ചിട്ടല്ല. അത് പ്രത്യേകിച്ച് പഠിക്കേണ്ട അതിൻ്റെ ഓഫീസ് സൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുമായിരിക്കും. അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു +2 ക്വാളിഫിക്കേഷനുള്ള ഞാൻ ആ ജോബിനെ തരത്താത്തി പറയുകയല്ല. എൻ്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഇപ്പം ഞാൻ ജോലി എടുക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 11 വർഷമായി. ഈ 11 വർഷത്തെ അറിവെന്ന് പറയുകയാണ്. വെയർഹൗസിന് ഞാൻ ഒത്തിരി വെയർഹൗസിൽ പണിയെടുത്തിട്ടുണ്ട്. അവിടെയൊന്നും പോകുമ്പോൾ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻ പക്ഷേ ഈ നെബോഷ് എന്ന് പറയണത് അത് എപ്പോഴും വാല്യൂ ആണ്. ഓക്കെ. അപ്പോൾ അത് പഠിക്കുമ്പം നിങ്ങൾ അതാത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി തന്നെ പഠിക്കാൻ നോക്കുക. അത്യാവശ്യം ഗൾഫിലാണെങ്കിലും സൗദിയിലേക്ക് ഇപ്പോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇപ്പോൾ ദുബായിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും എല്ലായിടത്തും സേഫ്റ്റിക്ക് ഞാൻ കണ്ടെടുത്തോളം ഞാൻ ഒരേ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഞാൻ പറയാം എൻ്റെ ട്രാവൽ വീഡിയോ അല്ല എൻ്റെ ചാനൽ എന്ന് പറയും. എൻ്റെ ചാനൽ എന്ന് പറയുന്നത് ജോബ് റിലേറ്റഡ് ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ കൂടുതലും ഞാൻ ആളുകളോട് ഇങ്ങനത്തെ കാര്യമാണ്. ഈവൻ എൻ്റെ ബ്രദർ തന്നെ ഇപ്പം എൻ്റെ ബ്രദറൊക്കെ നാട്ടിൽ വരുമ്പോൾ ഇപ്പം ഞങ്ങളെല്ലാവരും നാട്ടിലുള്ള അപ്പം ഞങ്ങളുടെ കസിൻസൊക്കെ വരുമ്പോഴാണെങ്കിൽ എൻ്റെ ബ്രദർ പറയണ എന്താണെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞാലേ ഒരു 3 മാസം നാട്ടിലുണ്ടല്ലോ ആ നെബോഷിക്കടെ അങ്ങ് എടുത്തു വെച്ചോളാനാണ് പറയണം. ഓക്കെ. നമ്മൾ ഓർക്കും എപ്പോഴും ഒരു വലിയ ഡിഗ്രി ഒരു 4 വർഷത്തെ 5 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞാൽ അതോടെ എല്ലാം തീർന്നത്. പക്ഷേ ഈ ആഡഡ് കോഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയണത് അത് വലിയൊരു ഫാക്ടറാട്ടോ. എവിടെ പോയാലും ആരും നമ്മളോട് ചോദിക്കാറില്ല മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞു. അവർ ചോദിക്കണത് നിങ്ങൾ എന്തൊക്കെ കോഴ്സുകൾ എടുത്തിട്ടുണ്ടെന്നാണ്. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച സമയത്ത് ഞങ്ങൾ എടുക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക ഓട്ടോ ക്യാഡ് എടുക്കുമായിരുന്നു, സോളിഡ് വർക്ക്സ് എടുക്കുമായിരുന്നു, പിന്നെ ഈ നെബോഷൊക്കെ എടുത്തു വയ്ക്കുമായിരുന്നു. അതിൻ്റെ ഗുണം എവിടെ ചെന്നാലും കിട്ടാറുണ്ടായിരുന്നു. അപ്പം ഇത് എന്നോട് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ഇപ്പം ഇപ്പോൾ ചാനൽ നോക്കി അറിയാം 3 മാസം ഓൾമോസ്റ്റ് 1 മാസം മുമ്പ് മലേഷ്യ, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നേരെ ദുബായിക്ക് പോയി. അവിടെ എല്ലാം നമ്മൾ ആളുകളായിട്ട് സംസാരിക്കുമ്പം അവിടെ എല്ലായിടത്തും സേഫ്റ്റി എന്ന് പറയണത് എപ്പോഴും ഒരു വൈറ്റ് കോളർ ജോബുമാണ്. വലിയ ഹാർഡ് വർക്ക് മീൻസ് ഉണ്ട്, പക്ഷേ ഫിസിക്കൽ ഹാർഡ് വർക്ക് കുറവാണ് സേഫ്റ്റിയിൽ. പിന്നെ സാലറി പാക്കേജ് വൈസും നല്ലതാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കണ എൻ്റെ അനിയന്മാരോടും പെങ്ങന്മാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നെബോഷ് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ നെബോഷ് എന്താണ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ സൈറ്റ് എന്താണെന്നൊരു നോളജ് വേണം കേട്ടോ. ചുമ്മാ ഡിഗ്രി കഴിഞ്ഞു ഇന്ന് ഡിഗ്രി തീർന്നു നാളെ പോയി നെബോഷ് എടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവില്ല. ഒരു 6 മാസത്തെ ഒരു എക്സ്പീരിയൻസ് നോളജ് കിട്ടിയിട്ട് നെബോഷ് പഠിക്കാൻ പോകണമെങ്കിൽ അത് ഫാർ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇറ്റ്സ് മീ അബീസ് സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ മച്ചാനെ.